ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ കൂടെ എസ് എൻ സ്വാമി ഉണ്ട്. ആർ യു റെഡി സർ? റെഡി. ഇപ്പോ വിശ്വരൂപത്തിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, പൊളിറ്റീഷ്യൻസിനാണ് സിനിമാക്കാരെക്കാളും ഇൻഫ്ലുവൻസ് ഈ നാട്ടിലുള്ളത്. യെസ്. വൈ? ബിക്കോസ് ദേ ഹാവ് പവർ. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല വേണ്ടത്, പക്ഷെ അതാണ് കാരണം. കുറ്റാന്വേഷണ കഥകളിൽ കുറ്റം കണ്ടുപിടിക്കലാണ് മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പം. അത് നല്ലതാ, കണ്ടുപിടിക്കട്ടെ, തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. ന്യൂ ജനറേഷൻ കഥ എന്ന് പറയുന്ന കഥകൾ എനിക്ക് അത്ര ന്യൂ ആയിട്ടൊന്നും തോന്നുന്നില്ല. അല്ല, അതിന്റെ ഒരു അപ്രോച്ച് ന്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കഥ ലോകത്ത് 2 കഥയേ ഉള്ളൂ, വേറെ കഥകളൊന്നുമില്ല. ഒന്ന് ആണിന്റെ കഥ, പിന്നെ പെണ്ണിന്റെ കഥ. 2009 സാഗർ ഇലിയാസ് ജാക്കി, 2010 ജനകൻ, 2011 ഓഗസ്റ്റ് 15, 2012 ലോക്പാൽ. ഒരു വർഷം ഞാൻ ഒരു സിനിമ എഴുതുള്ളൂ. ഇപ്പൊ അത്രേ പറ്റുന്നുള്ളൂ, അതാ കാര്യം. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റൈറ്റർ ആണോ അങ്ങ്? ഇല്ല ഇല്ല. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ കുറിച്ച് കുറ്റങ്ങൾ പരക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങനെ കുറ്റം കണ്ടാൽ എനിക്കത് ഒരു വലിയൊരു അഗണിയായിട്ട് തോന്നിയിട്ടില്ല എന്ന് വരെ. ഇല്ല തന്നെ എന്റെ സിനിമ ഇറങ്ങിയിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് കഥ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ട്? ഉണ്ടോ? പിന്നെ 60 സിനിമ എഴുതില്ലെങ്കിൽ പിന്നെ ഒരു വർഷത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വർഷം ഒരു സിനിമയായിരിക്കും, 12 സിനിമ ഇറങ്ങില്ലേ. എന്ത് പ്രചോദനമാണ് അങ്ങ് ഒരു സിനിമ എഴുതിപ്പിക്കുന്നത്? അതായത് ഐ ക്യാൻ മേക്ക് എ മൂവി. ബാങ്ക് ബാലൻസ് പറയുമ്പോൾ നമ്മൾ കഥ ചെയ്ത് ആലോചിക്കും. ഞാൻ കാശിനാണ് പടം പിടിക്കുന്നത്. എന്താ സംശയം? ഉപജീവന മാർഗം. ലോക്പാൽ ബിൽ ഇന്ത്യയിൽ വരണം. കാരണം ആ ബില്ല് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായാൽ അത്ര നല്ലതല്ലേ. ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ വന്നാൽ വിജയിക്കും? ഇല്ല, കാരണം അത് പാർട്ടിയല്ല. അതുകൊണ്ട് കാരണം പെട്ടെന്ന് ഒരു ആവേശത്തിൽ കയറി രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫാക്ഷനിൽ ഒരു പാർട്ടി ഇപ്പുറത്ത് മാറി ഒരു തുടങ്ങിയ അതിന് എന്താ അതിനൊരു അടിസ്ഥാനമുള്ള പാർട്ടിക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ വേണ്ടേ? കമൽഹാസന്റെ പ്രസ് കോൺഫറൻസ് കണ്ടപ്പോൾ എസ് എൻ സ്വാമിക്ക് വിഷമം തോന്നി. അയാൾ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. വളരെ ഹാർട്ട് ഓഫ് ദ ഹാർട്ടിന് പറഞ്ഞാണ് അയാൾ. ഈ രാജ്യം വിട്ട് പോകേണ്ടി വരും, എനിക്ക് തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് വളരെ, അതുപോലെ അയാളെ പോലെ സെലിബ്രിറ്റി ഇത്രയും വർഷം അവിടുത്തെ സിനിമയ്ക്കും കലാരംഗത്തും കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മനുഷ്യൻ നിസ്സഹായനായി അവിടുന്ന് രക്ഷപ്പെടേണ്ടി വരിക. എസ് എൻ സ്വാമി, യു ആർ എ ടെറിഫിക് റൈറ്റർ, യു ആർ എ ക്ലെവർ റൈറ്റർ. I am not both. I am a writer. That's S N Swami with me on Club FM Star Jam 10 കണക്കിന് fun. Star Jam with RJ Sean. കഴിഞ്ഞ ഒരാഴ്ച കേരളം കേട്ട കുറെ കഥകളാണ്, കെട്ടുകഥകളാണ്. ഇനി ഞാൻ എസ് എൻ സ്വാമി എന്ന കഥാകൃത്തിന്റെ അടുത്ത് ചോദിക്കാൻ പോണേ ഓൺ സ്റ്റാർ ജാം. ബണ്ടി ചോർ കേട്ടപ്പോ എന്ത് തോന്നി? വാക്കി തന്നെ ഒരു ചിരിയുണ്ടല്ലോ, ബണ്ടി എന്നൊക്കെ പറയുമ്പോൾ. ഇതിലെ ഏറ്റവും വലിയ മോഷണം എന്താണ്? സിനിമ മോഷ്ടിക്കുന്നത്, വീട്ടിൽ കയറി മോഷ്ടിക്കുന്നത്. രണ്ടും ക്രൈം തന്നെയാ. ഒരുപാട് പേർക്ക് ഇത് ഏതെന്നാണ് മോഷ്ടിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ചെറിയ എലിമെന്റ് ആയിരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുക. ഉദാഹരണത്തിന് നാടുവാഴികൾ എന്ന് പറഞ്ഞ ഒരു സിനിമ ആണ്, സെയിം ആണ് ലേലം. എന്നോട് പറഞ്ഞിട്ട് എന്റെ സമ്മതം വാങ്ങിച്ചിട്ട് രഞ്ജി പണിക്കർ എഴുതിയതാണ്. ജോഷിയാണ് എന്റെ രണ്ടിന്റെ സംവിധായകൻ. ആരെങ്കിലും ലേലം കണ്ട പറയൂ നാടുവാഴിയാണെന്ന് പറയുമോ? ഇല്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ സിനിമ മോഷ്ടാവ് എങ്ങനെയായിരിക്കണം? അല്ല, സിനിമ അഡോപ്റ്റ് ചെയ്യാം നമുക്ക്. മോഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ നശിപ്പിക്കല്ലേ. നമ്മൾ സാധനം കണ്ട് അങ്ങനെ തന്നെ പകർത്ത് വെക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അഭിമാനമുണ്ട് അതിനകത്ത്? ഒരു സെൽഫ് റെസ്പെക്ട് തോന്നണ്ടേ നമുക്ക് നമ്മളോട്? ചുമ്മാ അങ്ങനെയാണ് കോപ്പി ചെയ്ത് വെക്കുന്നതിന് ഭാഷ മാത്രം അറിയാൻ മതിയോ? കേരളവും ഇന്ത്യയും കേട്ട് ഒരുപക്ഷെ വിഷമിച്ചു പോയത് കമൽഹാസൻ കോൺട്രവേഴ്സി കേട്ടപ്പോഴാണ്, വിശ്വരൂപം കണ്ടപ്പോഴാണ്. വെൽ, ഐ സപ്പോർട്ട് കമൽഹാസൻ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാട്ട്സ് യുവർ ടേക്ക്? സപ്പോർട്ടല്ല, കാരണം നമ്മൾ പറയാൻ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അൾട്ടിമേറ്റ്ലി അത് കമൽഹാസന്റെ വിജയം തന്നെയാ, വിജയത്തിലേക്ക് വരും. ഇപ്പോഴത്തെ ഈ ഒരു കോൺട്രവേഴ്സിയുടെ ഒക്കെ ഇതെല്ലാം ആയാലും എന്തെല്ലാം കുറെ ടോർച്ചറൊക്കെ അനുഭവിച്ചാലും അതിനൊരു എൻഡ് വിജയത്തിലായിരിക്കും. ആൻഡ് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ട ഒരു ഡയറക്ടറാണ് കമൽഹാസൻ. അതേപോലെ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിട്ടുള്ള ഒരു റൈറ്ററാണ് എസ് എൻ സ്വാമി. അതുകൊണ്ട് തന്നെ കമൽഹാസൻ സിനിമ എടുത്തതിന് ശേഷം ആ സിനിമ കണ്ടപ്പോൾ മലയാള സിനിമയിലെ ഒരു ഫേമസ് ഡയറക്ടർ ഫേസ്ബുക്കിൽ വളരെ വലിയൊരു പോസ്റ്റ് ഇട്ടു. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉദാത്തമായ സൃഷ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിൽ വലിയൊരു റേജായി 7000-ലധികം ആൾക്കാർ കമന്റ് ചെയ്തു. ഇവിടെ ക്രിറ്റിസിസത്തിന്റെ ഭാഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മലയാളിയുടെ? പല ക്രിറ്റിസിസം വായിക്കുമ്പോഴും അത് വളരെ പേഴ്സണലായി പോകുന്നു, ഗ്രഡ്ജ് ഉണ്ടോ, എന്തെങ്കിലും ഒരു റിപ്പൾസീവ് ആറ്റിറ്റ്യൂഡ് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഭാഷയുടെ ചില ഗൗരവം കാണുമ്പോൾ. ഇന്ന് എങ്ങനെയായിരിക്കണം ഒരാള് ശരിക്കും അയാളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്? ഹൗ ഷുഡ് ഐ ക്രിട്ടിസൈസ് യു? എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ദാറ്റ് ബിക്കോസ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് itself is wrong. Why do you want to criticize? Who are you to criticize? This question he should ask himself. അയാളോട് ചോദിക്കും, ഞാൻ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യണം? എന്താണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ? എന്തിനാ ക്രിട്ടിക്? വാട്ട് ഈസ് എ ക്രിട്ടിക്? There should be a critic. Critic is a mediator in between two evolutions. മനസ്സിലായില്ലേ? ഒരു മീഡിയേറ്റർ ആണ് അയാൾ. അതായത് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെയും എന്ന് പറയുന്നതിന്റെ മീഡിയേറ്റർ ആണ് ക്രിട്ടിക്. അല്ലാതെ ഇത് മോശമാണ്, ഇത് ചീത്തയാണ്, ഇത് അതിലും തല്ലിപ്പൊളിയാണ് എന്ന് പറയാനല്ല ക്രിറ്റിസിസം. ദാറ്റ് ഇസ് നോട്ട് ക്രിറ്റിസിസം. ഈ പറയുന്ന ആൾ അത്ര വലിയ സർവ്വഭൗമനൊന്നും ആയിരിക്കില്ല. അപ്പൊ ക്രിറ്റിസിസത്തിന്റെ നിർവചനവും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ വളരെ മോശം. Well, words of a script writer, words of S N Swami on Club FM Star Jam 10 കണക്കിന്. Fun.
യു ആർ അണ്ടർ അറസ്റ്റ് എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ഞാൻ എസ് എൻ സ്വാമി അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി സർ? നല്ല വിലം കൊണ്ടേ കൊണ്ടുപോവാ. ഓഗസ്റ്റ് 1 എഴുതിയ ആൾക്ക് എങ്ങനെ ഓഗസ്റ്റ് 15 പിഴച്ചു? പിഴച്ചതിന് പ്രധാന കാരണം സമയമാണ്. ഈ വേൾഡ് കപ്പ് നടക്കുന്ന പീക്ക് ടൈമിൽ ഇന്ത്യയും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സെമി ഫൈനൽ. അന്നാണ് ആ പടത്തിന്റെ റിലീസ്. ഞാൻ പറഞ്ഞു, മണി സാർ ഇത് പ്രശ്നമാണ്, വേണ്ട, എനിക്ക് യാതൊരു ഭയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഴുത്തിൽ യാതൊരു മോശം പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? മോശമൊക്കെ പറ്റിയിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഓഗസ്റ്റ് 1 ദർ ഇസ് നോ പൊളിറ്റിക്കൽ കളർ, ദർ ഇസ് നോ പൊളിറ്റിക്സ്. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് പൊളിറ്റിക്സ് വാസ് അവർ അജണ്ട ഇൻ ദ സിനിമ. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. ആ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ അന്നത്തെ റൂളിംഗ് പാർട്ടിയുടെ 2 പ്രധാനപ്പെട്ടവർ തമ്മിൽ പുറത്ത് കാണുന്ന വൈരുദ്ധ്യമല്ല, അവർ ഉള്ളുകൊണ്ട് ഒന്നാണ് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, അതായത് ഒരു ഫേമസ് ലീഡറും പാർട്ടി സെക്രട്ടറി. പക്ഷേ ഞാനും മമ്മൂട്ടിയും അത് വേണ്ടാന്ന് നിർബന്ധിച്ചപ്പോഴും ഷാജി കൈലാസ് നിർബന്ധമായിരുന്നു പൊളിറ്റിക്സ് വേണമെന്ന്. അതുമല്ല, ആ പൊളിറ്റിക്സ് ഐഡന്റിഫൈ ചെയ്യണമെന്നും പറഞ്ഞു. അതൊക്കെ വലിയ ദോഷം ചെയ്തു. കാരണം മറ്റുള്ളവർ ആരും കാണില്ല സിനിമ ഐഡന്റിഫൈ ചെയ്തപ്പോൾ. 20ാം നൂറ്റാണ്ട് ഹിറ്റായി. സാഗർ ഏലിയാസ് ജാക്കി അത്രമാത്രം ഹിറ്റായില്ല. കാരണം എന്തായിരിക്കും? അത് രണ്ട് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ്. അതാണ്. അത് ഞാൻ അതിന്റെ വളരെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. സെയിം ഡയറക്ടർ ആണെങ്കിൽ ഇതായിരിക്കില്ല ഔട്ട്പുട്ട്. സെക്കൻഡ് പാർട്ട് എടുക്കുന്ന ശീലം അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്നും എൻകറേജ് ചെയ്യാറില്ല. പക്ഷെ ഇതൊക്കെ ചില നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് ജോലിയില്ലാതിരിക്കുമ്പോൾ നമ്മൾ സമ്മതിച്ചു പോകുന്ന സ്നേഹ സൗഹൃദ. അതെ, ആണോ? തീർച്ചയായിട്ടും നിർബന്ധം കൊണ്ട് മാത്രം സമ്മതിച്ചാൽ. നാടുവാഴികൾ അതുപോലെ മാറി വന്നപ്പോ അങ്ങ് എഴുതി തുടങ്ങി, പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എന്റെ ഭാഗ്യം ഒഴിഞ്ഞത്, അല്ലെങ്കിൽ വേറെ ചുമടായത്. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല. വളരെ ഫേമസ് ആയൊരു സിനിമ, അത്രയും വലിയ ആർട്ടിസ്റ്റ് മോഹൻലാൽ, ജോഷി, അവിടെ നമ്മളിപ്പോൾ പൃഥ്വിരാജിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏൽപ്പിക്കാൻ പാടാം, ആൾക്കാർ ഇമ്മീഡിയറ്റ് കമ്പാരിസൺ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഭാഗ്യത്തിന് എന്തോ എന്റെ തലയിൽ നിന്ന് ഊരിയത്. That's എസ് എൻ സ്വാമി with me on Club FM Star Jam. ടൺ കണക്കിന് ഫാൻ. ഇത് സ്റ്റാർ ജാം ആണ്. എന്റെ കൂടെ ഇന്ന് എഴുത്തുകൊണ്ട് മലയാള സിനിമയിൽ സ്വന്തം ഇരിപ്പിടം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് എസ് എൻ സ്വാമി. How was Star Jam? I too enjoyed it. എന്താണ് അപ്പൊ എസ് എൻ സ്വാമി 25 years down the line ഇപ്പോ ആലോചിക്കുന്ന സമയത്ത് how do you think എങ്ങനെ ഉണ്ടായിരുന്നു സാറുടെ കരിയർ? അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ച്. ഇറ്റ് ഈസ് നോട്ട് ബാഡ്. സെറ്റ് ബാക്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെറ്റ് ബാക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ഡസ് ദാറ്റ് അഫക്ട് യുവർ പിന്നെ ഗുഡ് വിൽ? എസ് എൻ സ്വാമി എന്നുള്ള ബ്രാൻഡിനെ അത് അഫക്ട് ചെയ്യും? ഇപ്പൊ എനിക്ക് അങ്ങനെ നല്ല പേരൊന്നുമില്ല, കുറെ ചീത്ത പേര് തന്നെ കൂടുതൽ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെ വൃത്തിയായിട്ട്, എനിക്ക് തെറ്റും ശരിയും പറ്റും എന്നുള്ള കാര്യം ഞാൻ വളരെ വൃത്തിയായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സോ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. മലയാളിക്ക് എസ് എൻ സ്വാമിയെ മനസ്സിലാകാറില്ല, എസ് എൻ സ്വാമിക്ക് മലയാളി ഇടയ്ക്ക് മനസ്സിലാവാറില്ല, ഏതാ ശരി? രണ്ടും തിരിച്ചും മറിച്ചുമുണ്ട്. കൂടുതലും എന്റെ കുഴപ്പമാണ്. That's എസ് എൻ സ്വാമി with me on Club FM Star Jam. True words of a real man. അങ്ങനെ ഞാൻ പറയുന്നതിന് ടൺ 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 കണക്കിന് ഫാൻ.